ഫത്താഹ് എവിടെയെന്ന് നിങ്ങൾക്കും അറിയില്ല, അവൻ്റെ വീട്ടുകാർക്കും അറിയില്ല. സാറേ ഞാൻ പറഞ്ഞല്ലോ, അവൻ കൊച്ചി പോയതാ 2 ദിവസത്തേക്ക് മ്യൂസിക് ബാൻഡിൻ്റെ ആവശ്യത്തിന്. ആൽവിൻ്റെ ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട്, ഡ്രഗ് ഉപയോഗിച്ചതിന് തെളിവായിട്ട്. സീ ഹോഴ്സസ് അതല്ലേ നിങ്ങളുടെ മ്യൂസിക് ബാൻഡിൻ്റെ പേര്? അതെ സാർ. ഫത്താഹ് ഈ ബാൻഡിൻ്റെ ആരാ? മാനേജിംഗ് കം പാർട്ട്ണർ. മറ്റേ പാർട്ണർ? സ്റ്റാൻലി ജോസഫ്. ഗൾഫിലെ വ്യവസായി അല്ലേ? ആ. ഫത്താഹിൻ്റെ മുറി എവിടെയാ? മോളിലാ. മോളിലാ സാർ. മോളെവിടെ? മോളത്തെ റൂം. ആദ്യത്തെ മുറിയാണോ? ആ. ഉണ്ടോ? അവനവിടെ ഉണ്ടോ? അവിടെ അറിയില്ല സാർ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? പുറത്തു പോയതാ സാർ. കൊച്ചി പോയതാ. ഞാൻ പറഞ്ഞല്ലോ കൊച്ചി പോയതാ സാർ. എനിക്ക് നോക്കാലോ അല്ലേ? ആ. പാടാ പാടാ. എന്താടാ ഫത്താഹിന്റെ മുറി പൂട്ടിട്ടത്? അത് അവൻ പുറത്തു പോയതാ സാർ. അത് ഫത്താവ് പുറത്തു പോകുമ്പോൾ അവൻ പൂട്ടിയിട്ട് പോകുന്ന. ഈ ഫത്താഹ് ആളെങ്ങനെയാ? ഓൻ കഞ്ചാവ് അടിക്കോ? ഇല്ല സാർ. ഇല്ല. നിന്റെ പേരെന്താ? സനീഷ്. നീ കഞ്ചാവ് അടിക്കോ? നീ എന്തിനാ അവനെ നോക്കുന്നത്? ഇല്ല സാർ. ഇതൊരു നിലയ്ക്ക് പോണ ലക്ഷണമൊന്നും കാണുന്നില്ല. കുറച്ച് വെള്ളം കുടിക്കും മക്കളെ. എന്താ ഇത്? സാർ അത് ചിയാ സീഡ്സ് ആണ് സാറേ. എന്ന് വെച്ചാ? സാർ അത് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ബസ് സാർ. നീ കുളിക്കാറൊന്നുമില്ലേ? എന്താ മുടിയും താടിയൊക്കെ എങ്ങനെ? എന്താ പൻ്റെ ഒരു കോലം? അയ്യടാ, ബാൻഡിൻ്റെ ഒരു സ്റ്റൈലാ സാർ. ഇതോ ആടിനെ പോലെയോ? ഡാ, ഈ ആൽവിനെ കുറിച്ച് പുറത്തുള്ള അഭിപ്രായം അത്ര വെടിപ്പല്ല, വളരെ മോശമായിട്ടുള്ള അഭിപ്രായം. അവനെങ്ങനെയാ ഇവിടുന്ന് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? സാറേ ഞങ്ങളെ മ്യൂസിക് ബാൻഡിലുള്ള ആൾക്കാർ പുറത്തു പോയാൽ എന്തൊക്കെ ചെയ്യുന്നതെന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല. പിന്നെ ഇതിനുള്ളിൽ ഈ വീട്ടിലാരും മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല, ഇവിടെ ഉള്ളവരാരും കൊണ്ടുവരലുമില്ല. നിങ്ങളെക്കുറിച്ച് കുറേ കംപ്ലൈൻറ്റ്സ് ഓൾറെഡി സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി വൈകും വരെ നിങ്ങൾ ഈ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാറേ ഞങ്ങൾ രാത്രി 10 മണി പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കും രോഗികൾക്കും ഒക്കെ വലിയ പ്രശ്നമാണ്. സാറേ ഞങ്ങൾ രാത്രി 10 മണി വരെ ഇവിടെ റിഹേഴ്സൽ ചെയ്യുന്നുള്ളൂ. പിന്നെ റിഹേഴ്സൽ ചെയ്യുന്ന തന്നെ വീട്ടിൻ്റെ അകത്തുനിന്നാ. പുറത്തുനിന്നാണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങൾക്ക് പകൽ സമയം മ്യൂസിക് ചെയ്താൽ പോരെ? സാർ എൻ്റെ പേര് അജയൻ. ഞാനവിടെ ഉരുവിൽ ആശാരിയാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആശാരിമാരാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇത് മുരളി, ഓൻ കൽപ്പണി കൊണ്ടാണ് സാർ അവൻ്റെ കുടുംബം പോറ്റുന്നത്. ഇത് സനീഷ്, ഓൻ കോളേജ് പഠിക്കുക, പിന്നെ അല്ലറ ചില്ലറ പണിക്ക് പോയിട്ട് കുടുംബം പോറ്റുക. പിന്നെ ഫത്താഹ്, ഓൻ MBAക്ക് പോകാൻ നിൽക്കുക. ഓൻ്റെ വീട്ടിലാണെങ്കിലും കലാപരിപാടിക്ക് പോകുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോവുക സാറേ, അല്ലാണ്ട് ഞങ്ങളിവിടെ മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല സാറേ. അതൊന്നും എനിക്കറിയണ്ട. ഫത്താഹ് എപ്പോൾ ഇവിടെ എത്തുന്നോ അപ്പം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചകത്തിടും കേട്ടോ. ഇങ്ങ് മാറിക്കടാ. എന്താപ്പ ചെയ്യ? ഈ പണിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ? ഗൾഫിൽ നിന്ന് പൈസ വരാൻ ചിലപ്പോൾ ഇങ്ങനെ ലേറ്റ് ആവലുണ്ട്. ആരാ റഷീദ്? എന്താ സാർ കാര്യം? റഷീദ് നിങ്ങളല്ലല്ലോ? അല്ല സാർ, ഞാനാണ്. ഫത്താഹ് നിങ്ങളുടെ മകനാണോ? അതെ സാർ. വാ. ശ്രീധരേട്ടാ,
ഹ, കാര്യം പറയാതെ ഒരാളെ കൊണ്ടുപോവാണോ? അത് പറയാൻ നിങ്ങളാരാ? ഇവിടുത്തെ മൂത്താശ്ശേരിയാണ് സാർ. ഇയാളുടെ മകനും കൂട്ടുകാരും ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് പരാതിയുണ്ട്. അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. ഫത്താഹ് മാത്രമില്ല, അവൻ മുങ്ങിയിരിക്കുക. മ്യൂസിക് ബാൻഡിന്റെ സ്ഥലത്തുമില്ല, ഇയാളുടെ വീട്ടിലുമില്ല. പിന്നെ അറിയാവുന്ന ഒരേ ഒരാൾ ഇയാളാണല്ലോ. സത്യം പറ, അവനെവിടെ പോയത്? ഇല്ല സാർ, എനിക്കറിയില്ല. മാന്യമായി ചോദിച്ചതാണ്. നാളെ രാവിലെ ഫത്താഹിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ കേസ് പിന്നെ നിങ്ങളെ പേരിലായിരിക്കും. ഉം. ഇക്കാക്കാനിപ്പൊ കാണാനേ ഇല്ലല്ലോ. മോളുടെ ഇക്കാക്കപ്പ വലിയ പാട്ടുകാരനായില്ലേ, അതിന്റെ തിരക്കായിരിക്കും. ഇപ്പൊ ഇല്ലാത്തോണ്ടാ ഞാൻ ഇക്കാനെ പൊരയിലേക്ക് വിളിച്ചത്. പോടി, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. കഴിക്കിക്ക. ബനാര പോരെ കയറ്റി. കഞ്ചാവ് വലിക്കലടാ? ഇല്ലപ്പാ, ഞാൻ വലിക്കാറില്ലപ്പാ. കളവ് പറയണ്ട മാറേ. അന്നേ ഞാൻ എന്നോട് പറഞ്ഞതാ അവന്റെ ഒലക്കമ്പല പാട്ടും കൂത്തും ഒഴിവാക്കി ഉരുവിന്റെ അടുത്തേക്ക് വരാ. ഇപ്പൊ എന്തായി? ആരെ അനുസരിക്കാത്ത ഇബിലീസാണ് വേ. കുടുംബത്തിലും നാട്ടിലും അന്നെ കൊണ്ട് തലപൊക്കി നടക്കാൻ പറ്റണ്ടായി. എന്താ പത്തും എന്നെ പറ്റി പറയണത്? അല്ലെങ്കിൽ എന്റെ പുരുവിന്റെ കാര്യത്തിൽ വേചാറിൽ നടക്കുമ്പോ എന്റെ ഓരോ മുടി നീട്ടി പ്രാന്തനെ പോലെ നടക്കുക. തട്ടി മാറ്റുന്ന ഹംക്കെ. അല്ലാന്ന് നിങ്ങക്ക് ഇവിടെ മോൻ അറിയൂലേ? ഓൻ തെറ്റെയ്യുന്നു തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തൊക്കെ ഇങ്ങനെ ഇന്നേ വരെ എന്റെ മേത്ത് നിങ്ങൾ കൈവച്ചിട്ടുണ്ടാ? ഊരൊലോക്കലൂരു. സമയം 5:45. ഇന്നും ലേറ്റായി. എന്തൊരു കഷ്ടമാണ്. അഡ്വാൻസ് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇവിടെ അച്ഛനേക്കൊന്നും ഇങ്ങോട്ട്. ഈ റസീദ് ഫോൺ എടുക്കുന്നില്ലല്ലോ. മൂപ്പർ എന്തോ ബേജാറിലാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇനി നിങ്ങൾ പോയിക്കോളി. അഡ്വാൻസ് ഒന്നും ഇപ്പൊ കിട്ടിയില്ലോ. അതല്ല അജയ പറയണത്. മൂപ്പര് വരാത്തോണ്ടാണ് തരാൻ പറ്റാത്തത്. ഇത് അതിൽ വെച്ചേക്ക്. ഇതിവിടെ. ഇതങ്ങോട്ട് അച്യുതാ, ഇന്റെ അടുത്ത് ആകതേ ഉള്ളൂ. ഇത് എങ്ങനെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തു വരെ സമാധാനിപ്പിക്കുക. ഇതുകൊണ്ട് ഞാൻ എന്താക്കാനാ? അല്ല മേശ്രി, നമ്മള് ഋഷിദ് ഇപ്പൊ എവിടെയാ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞ ശേഷം മൂപ്പരെ വായിക്ക് കണ്ടില്ല. അജയ, ഇതുകൊണ്ട് ഈ എന്തെങ്കിലും ചെയ്യേ. ഇതേ ഉള്ളൂ.
എനിക്കില്ലേ? നോക്ക് 1 2 4 5 6 ഇതിപ്പോൾ എന്ത് ചെയ്യണ്ട്? വാ പോവാ. വേഗം വാ ഇങ്ങോട്ട്. ഇക്ക ഓനിക്കാനോട് എന്തോ പറയാനുണ്ടെന്ന്. 2 ദിവസമായില്ലക്ക നിങ്ങൾ ഈ വാശിയും കൊണ്ട് നടക്കുന്നു. ഓനുമ്പളല്ലത് ആരാ ഉള്ളത്? ഇക്ക ഓൻ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ട് 2 ദിവസമായിക്ക. ഒക്കെയാണെങ്കിൽ ഓനോട് മിണ്ടണില്ല, ഓൻ വീട്ടിലേക്ക് വരണില്ല. ഓൻ അതൊന്നും വലിക്കൂല്ലക്ക. ഓൻ്റെ ചങ്ങായിമാരെന്തോ കാട്ടിക്കൂട്ടിയ. നിങ്ങൾ എന്തിനാണ് ഓനോട് ഇങ്ങനെയെല്ലാം കാണിക്കണത്? ഇപ്പോഴും മോനല്ലേ ഇക്ക? പറയും ഇപ്പ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലപ്പാ. ഇപ്പ ഇന്നലെ മുടുക്കി പിടിച്ചപ്പോ അറിയാതെ ചെയ്തു പോയതാണ് ഇപ്പ.